അഭിവന്യ പിതാക്കന്മാരെ, ബഹുമാനപ്പെട്ട വൈദികരെ, സമർപ്പിതരെ, സ്നേഹമുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ, കോട്ടയം അതിരൂപത ദിനാഘോഷങ്ങളിൽ പങ്കുചേരുവാനായി കാലാവസ്ഥയുടെ പ്രാതികൂല്യങ്ങളെയൊക്കെ അവഗണിച്ചുകൊണ്ട് ഇവിടേക്ക് കടന്നു വന്ന നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും കൂട്ടായ്മയും സാമുദായികമായിട്ടുള്ള ഐക്യവും ഏറെ സന്തോഷത്തോടെയാണ് ഞാൻ നോക്കിക്കാണുക. നമ്മെ സംബന്ധിച്ചിടത്തോളം ഔദ്യോഗികമായി ഒരു സഭാഘടകമായി നാം അംഗീകരിക്കപ്പെട്ടതിൻ്റെ ഓർമ്മയാണല്ലോ ഈ ദിവസം നാം കൊണ്ടാടുക. 1911 ഓഗസ്റ്റ് മാസം 29 ജ്ഞാനായ കത്തോലിക്ക സമൂഹത്തെ സഭയുടെ ഔദ്യോഗിക ഘടകമായി അംഗീകരിച്ചുകൊണ്ട് അതിൻ്റേതായ തനിമകളും പ്രത്യേകതകളും ഉൾക്കൊണ്ടുകൊണ്ട് നൽകപ്പെട്ടതിൻ്റെ ഓർമ്മ നമ്മൾ ആചരിക്കുമ്പോൾ തീർച്ചയായും 345 മധ്യ പൗരസ്ത്യ ദേശത്തു നിന്ന് കേരളത്തിലേക്ക് കുടിയേറിയ ജ്ഞാനായ സമൂഹത്തിൻ്റെ വിശ്വാസ ചൈതന്യത്തിൻ്റെ ഒരു തുടർച്ചയാണ്, പ്രതിഫലനമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. ആ വിശ്വാസം സഭാഘടകമെന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി നിലനിർത്തിക്കൊണ്ട് നൽകപ്പെട്ടിരിക്കുന്ന ദൗത്യത്തെ ശ്രദ്ധാപൂർവം സ്വീകരിച്ച് പ്രായോഗികമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഓരോ കാലഘട്ടങ്ങളിലും വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളെ അഭിമുഖീകരിച്ചും അതിജീവിച്ചുമാണ് ജ്ഞാനായ സമുദായം വളർന്നു വന്നത് എന്നുള്ളത് നിസ്സംശയമായ സംഗതിയാണ്. ഇസ്രായേൽ ജനം ദൈവജനമായത് ദൈവത്തെ അവരുടെ കർത്താവായിട്ട് നാഥനായിട്ട് അവർ സ്വീകരിച്ചപ്പോഴാണ്. ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രം രക്ഷാകര ചരിത്രമായി മാറുന്നത് ദൈവകേന്ദ്രീകൃതമായ ഒരു ജനമായി അവർ രൂപം കൊണ്ടതിലൂടെയാണ്. അതുപോലെ തന്നെ ജ്ഞാനായ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഈ ജ്ഞാനായ സമുദായത്തിൻ്റെ ചരിത്രം ദൈവത്തോടു കൂടിയുള്ള വളർച്ചയായി മാറുന്നത് ദൈവകേന്ദ്രീകൃതമായ ഒരു സമുദായമായി പരിപുഷ്ടി പ്രാപിക്കുന്നത് ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ്, ദൈവത്തിൻ്റെ സഭയോട് ആ സഭയുടെ തണലിൽ നിൽക്കുമ്പോഴാണ്. പ്രതികൂല സാഹചര്യങ്ങൾ ചിലപ്പോഴൊക്കെ നമ്മെ മനം മടുപ്പിക്കുക സ്വാഭാവികമാണ്. എങ്കിലും ദൈവത്തോടുള്ള അചഞ്ചലമായ വിശ്വസ്തതയിലും അഭേദ്യമായ ആ ഒരു വലിയ പ്രത്യാശയിലും മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കണം. നാം ഓർമ്മിക്കണം, ഇസ്രായേൽ ജനത്തെ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് വാഗ്ദാന ഭൂമിയിലേക്ക് കൈപിടിച്ചു നടത്തിയ മോശ ദൈവസന്നിധിയിലെ പ്രാർത്ഥനയ്ക്കായി പോയി കഴിഞ്ഞപ്പോൾ, ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അക്ഷമരായ ഇസ്രായേൽ ജനം തങ്ങൾക്കുണ്ടായിരുന്ന അമൂല്യ വസ്തുക്കൾ ശേഖരിച്ച് കാളക്കുട്ടിയെ രൂപീകരിച്ച് പഴയ ഇസ്രായേലായി മാറുവാനായിട്ട് പരിശ്രമിച്ചതിൻ്റെ പരിണിത ഫലങ്ങൾ നാം കാണുന്നുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ. തീർച്ചയായും നാം ഓർമ്മിക്കണം, ദൈവത്തിൻ്റെതായ പദ്ധതിയുണ്ട്, ദൈവത്തിൻ്റെതായ രക്ഷാകരമായ പാതയുണ്ട്. ആ പാതയിലൂടെ ദൈവത്തോടൊത്ത് ചരിച്ചാൽ ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന രക്ഷയുടെ വലിയ തീരങ്ങളിൽ എത്തിച്ചേരുവാനായിട്ട് നമുക്ക് സാധിക്കുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ അതിരൂപതാ ദിനം ഇന്ന് ആഘോഷിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സുകളിൽ അനേകം വ്യക്തികളോടുള്ള വലിയ കൃതജ്ഞത നിറഞ്ഞു നിൽക്കുകയാണ്. AD 345 ഈ ഭാരതഭൂമിയിലേക്ക് സുവിശേഷ ദീപവുമായി നമ്മുടെ ഈ സമൂഹത്തിന് നേതൃത്വം നൽകിയ ജ്ഞായിത്വമായും ഉറഹമാർ യോസേപ്പും തുടങ്ങിയ പിതാക്കന്മാരിലൂടെ നൂറ്റാണ്ടുകളിലൂടെ നമുക്ക് കാലാകാലങ്ങളിൽ മധ്യ പൗരസ്ത്യ ദേശത്തു നിന്ന് സഭാ തലവന്മാരെ നൽകിയ കൽദായ സഭയെ നാം നന്ദിയോടെ അനുസ്മരിക്കുകയാണ്. പിന്നീട് ചരിത്രത്തിൻ്റെ ഗതിവിഗതികളിൽ കേരള സഭയിലുണ്ടായ വ്യത്യാസങ്ങളുടെ പശ്ചാത്തലത്തിൽ കുറേ കാലത്തേക്ക് നമ്മുടെ സ്വന്തമായിട്ടുള്ള ഒരു സഭാഘടകമില്ലാതെ ജീവിച്ച കാലഘട്ടത്തിലും ഈ സമുദായത്തെ അതിൻ്റെ തനിമയിലും അതിൻ്റെ പാരമ്പര്യത്തിലും പൈതൃകത്തിലും ഉറപ്പിച്ചു നിർത്തിയ പിതാക്കന്മാരുടെ ദൈവവിശ്വാസവും സമുദായ സ്നേഹവും അത് നമുക്ക് വലിയ ശക്തിയാണ് പകർന്നു നൽകിയത്. അങ്ങനെ ദൈവദാസൻ മാക്കിൽ പിതാവ് ദീർഘവീക്ഷണത്തോടും ക്ഷമയോടും കൂടി തൻ്റെ ജനത്തിന് വേണ്ടിയിട്ട് നേടിയെടുത്ത കോട്ടയം വികാരിയാത്ത് സ്ഥാപിതമായതിൻ്റെ ഓർമ്മയ്ക്കായി നാം ഇവിടെ ആയിരിക്കുമ്പോൾ ആ പിതാവ് നമ്മുടെ മുമ്പിൽ തെളിച്ച വലിയ വിശ്വാസ സ്ഥിരതയുടെയും ക്രിസ്തീയമായ വീക്ഷണത്തിൻ്റെയും അലയൊലികൾ അല്പം പോലും മങ്ങാതെ സൂക്ഷിച്ചുകൊണ്ട് മുന്നേറുവാനായിട്ട് നമുക്ക് സാധിക്കണം. 1911 ഉണ്ടായിരുന്ന സാഹചര്യമല്ല ഇന്ന് നമുക്ക് ഉള്ളത്.
ഇന്ന് ജ്ഞാനായ മക്കൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് പല കാര്യങ്ങൾക്കായിട്ട്, പഠനത്തിനായിട്ട്, ജോലിക്കായിട്ട്, ജീവസന്ധാരണത്തിനായിട്ട് ഒക്കെ പോകുന്ന കാലഘട്ടമാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലും എപ്രകാരം നമുക്ക് ഈ സമുദായത്തിൻ്റെ തനിമയും കൂട്ടായ്മയും നിലനിർത്തുവാനും വിശ്വാസത്തിൽ വളരുവാനും സാധിക്കും എന്നുള്ളത് ചിന്തിച്ചുകൊണ്ട് നാം നടത്തുന്ന നല്ല പ്രവർത്തനങ്ങളെ നാം എല്ലാവരും ചേർന്ന് കൂട്ടായി വിജയിപ്പിക്കുവാൻ പരിശ്രമിക്കുമ്പോൾ ഏത് പ്രതികൂല സാഹചര്യത്തെയും അതിജീവിക്കുവാനും നാം ആഗ്രഹിക്കുന്ന നന്മകൾ ദൈവത്തിൽ നിന്ന് സംലഭ്യമാക്കുവാനും സാധിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. സാധാരണക്കാരായ നമുക്കൊക്കെ അക്ഷമ ഉണ്ടാവുക സ്വാഭാവികമാണ്. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതിയിൽ പ്രത്യാശയർപ്പിക്കുന്നവരാണ് ഏതു സാഹചര്യത്തിലും പതറാതെ ദൈവത്തോട് ചേർന്ന് കാരണവന്മാരുടെ വിശ്വാസത്തിലും അവരുടെ പൈതൃകത്തിലും ഉറച്ചു നിന്ന് മുന്നേറുന്നതും ദൈവം ആഗ്രഹിക്കുന്ന നന്മകൾക്ക് അവകാശികളായി മാറുന്നതും. അതിനായിട്ട് നാം പരിശ്രമിക്കണം. ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തെക്കുറിച്ച് ഒരു വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ധാരാളം യുവജനങ്ങൾ ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് ജീവസന്ധാരണത്തിനായിട്ട് നീങ്ങുന്ന കാലഘട്ടമാണ്. ആ ഒരു സാഹചര്യത്തിൽ തീർച്ചയായും ദൈവം നമുക്ക് മുൻകൂട്ടി നൽകിയ വലിയ കൃപയാണ് വിവിധ രാജ്യങ്ങളിലെ ജ്ഞാനായ സഭാ സംവിധാനങ്ങൾ ഒരുക്കുവാൻ സാധിച്ചു എന്നുള്ളത്. ആ സഭാ സംവിധാനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ജ്ഞാനായ പൈതൃകവും കത്തോലിക്ക വിശ്വാസവും മുറുകെ പിടിച്ച് വളരുവാനായിട്ട് നമ്മുടെ മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ പ്രേരിപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ പിതാക്കന്മാരിൽ നിന്ന് നാം ആർജിച്ചെടുത്ത വിശ്വാസ പൈതൃകം തലമുറകളിലൂടെ ഒരിക്കലും മങ്ങാതെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ള നമ്മുടെ പ്രതിജ്ഞ യാഥാർത്ഥ്യവൽക്കരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ചിലപ്പോഴൊക്കെ സമയമായി ഇനിയും എന്താണ് ആകാത്തത് എന്നൊക്കെ ചിന്തിക്കുക സ്വാഭാവികമാണ്. എങ്കിലും ഓർമ്മിക്കുക, ദൈവത്തിന് തൻ്റേതായ പദ്ധതിയുണ്ട്. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ പ്രത്യാശയോടെ നിലനിൽക്കുന്നവർ ഒരിക്കലും നിരാശരാവുകയില്ല എന്ന് നമ്മുടെ ചരിത്രം നമുക്ക് സാക്ഷ്യം നൽകുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തോട് ചേർന്ന് സഭയോട് ചേർന്ന് ജ്ഞാനായ പൈതൃകങ്ങളെ അല്പം പോലും കുറയ്ക്കാതെ അതിനെ പരിപാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് നമ്മുടെ വരും തലമുറകൾക്ക് വേണ്ട പ്രചോദനം നൽകുവാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കണം. അങ്ങനെയെങ്കിൽ ഇന്ന് ഒരു കാലത്ത് ഭാരതത്തിൻ്റെ ഒരു കൊച്ചുകോണിലേക്ക്, കേരളത്തിലേക്ക് വന്നു കയറിയ സമൂഹം ഇന്ന് ഭാരതത്തിൻ്റെ അതിർത്തികൾ വിട്ട് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് വ്യാപിക്കുമ്പോഴും ആ സമുദായത്തിൻ്റെ തനിമയും പൈതൃകവും വിശ്വാസ ചൈതന്യവും സ്വന്തം ഹൃദയത്തിൽ സംഗ്രഹിച്ച് സൂക്ഷിച്ചുകൊണ്ട് തലമുറകൾക്ക് പകർന്നു കൊടുക്കുന്ന ആ ഒരു വലിയ ജ്ഞാനായ പൈതൃകം തുടരുവാനായിട്ട് നമുക്ക് സാധിക്കും. സ്നേഹമുള്ളവരെ, ഇന്ന് ഇപ്രകാരമുള്ള ഈ ഒരു കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന അവസരത്തിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ സഹോദരങ്ങളെയും ഓർമ്മിക്കാം. അക്ഷമരായിട്ട് നിൽക്കുന്ന ആളുകളുണ്ട്, ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് വിചാരിക്കുന്നവരുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വഴികളിൽ ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തോട് ഒത്തു നീങ്ങുവാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. എല്ലാവരെയും ചേർത്ത് നിർത്തി ഒരേ സ്വരത്തിൽ, ഒരേ കൂട്ടായ്മയിൽ, ഒരേ ഐക്യത്തിൽ ജ്ഞാനായ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി യത്നിക്കുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം. ഇന്നത്തെ ഈ സുദിനം ധന്യമാക്കുവാനായിട്ട് കടന്നു വന്നവരും ഇതിൻ്റെ വിജയത്തിനായിട്ട് പ്രയത്നിച്ചവരുമായ അനേകം ആളുകളുണ്ട്. അവരെയെല്ലാം ഞാൻ ഒറ്റ വാക്കിൽ നന്ദിയോടെ അനുസ്മരിക്കുകയാണ്. സമുദായത്തോടുള്ള സ്നേഹവും സഭയോടുള്ള വിശ്വാസവുമാണ് ഇപ്രകാരമുള്ള കൂട്ടായ്മകൾക്ക് കരുത്ത് പകരുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ശക്തി പകരുന്നത്. ആ ഒരു വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട്, ആ ഒരു പൈതൃകം ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട്, ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട്, തലമുറകൾക്കത് പകർന്നു കൊടുത്തുകൊണ്ട് മുന്നേറുവാനായിട്ട് നമുക്ക് സാധിക്കണം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി ഈ ഒരു കൂട്ടായ്മയിലേക്ക് കടന്നു വന്ന് ജ്ഞാനായ പൈതൃകത്തിൻ്റെ ഒരു സഭാഘടകം എന്നുള്ള നിലയിലുള്ള നമ്മുടെ അസ്തിത്വത്തെ അംഗീകരിച്ച് ആദരിച്ച് അതിനുവേണ്ടി യത്നിക്കുവാൻ സന്നദ്ധരായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വരും തലമുറകൾക്കും എല്ലാ ദൈവാനുഗ്രഹവും ജ്ഞാനായ പൈതൃകത്തിൻ്റെ എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.